ഒരുമിച്ചു നിന്നുകൊണ്ട് നേടിയെടുത്ത ഈ നന്മകളുടെയും സുഹൃതങ്ങളുടെയും സ്വാസ്ഥ്യങ്ങളെ തകർക്കാൻ ഏതെങ്കിലും ഒരു ലോറൻസിന് നമ്മൾ തലവച്ചു കൊടുക്കാതിരിക്കുക എന്ന പലസ്തീനിയൻ ചിന്തയാണ് ബഹുമാന്യനായ സമദ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ ഒരു ലോറൻസ് ഓഫ് അറേബ്യ പലസ്തീനിൻ്റെ മണ്ണിലൂടെ നടന്നുപോയ ഒരു കാലമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. 1914 ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്ന സമയത്ത് എങ്ങനെ തുർക്കിയെ വിഭജിക്കാമെന്നതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആലോചിച്ചത് ലോറൻസ് ഓഫ് അറേബ്യയാണ്. അന്ന് ലോറൻസ് ഓഫ് അറേബ്യ, അതായത് അറബ് നാടുകളിലൂടെ നടന്ന് ബ്രിട്ടൻ്റെ എല്ലാ ഇംഗിതങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടാണ് അന്ന് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ബ്രിട്ടൻ മിനിസ്റ്ററിക്ക് അദ്ദേഹം എഴുതിയ കത്ത് എന്ന് ചരിത്രത്തിൽ കാണാനാവും. ആ കത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞു വച്ചത് ഇതാണ്: യുദ്ധം തുടങ്ങിയാൽ ദ വാർ ഈസ് ബ്രോക്കൺ, അവർ അജണ്ട ഈസ് ഫസ്റ്റ്ലി ടു ഡിവൈഡ് ആൻഡ് റൂൾ എന്നായിരുന്നു. ടു ഡിവൈഡ് ഇസ്ലാം, ടു ഡിവൈഡ് മുസ്ലിം എന്നായിരുന്നു. മുസ്ലിങ്ങളെ മുഴുവൻ വിഭജിക്കുക. അതിനുവേണ്ടിയാണ് ഹുസൈൻ ഷെരീഫിനെ പോലെയുള്ള ആളുകളെ കൃത്യമായി ചില പ്രത്യേക വാഗ്ദാനങ്ങൾ ഉപയോഗിച്ച് കീഴടക്കുകയും കയ്യിലെടുക്കുകയും എന്നിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് തുർക്കി ഖിലാഫത്ത് തകർക്കുകയും ചെയ്തതിൻ്റെ ഫലം ഇന്ന് പലസ്തീൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തുർക്കി ഖിലാഫത്ത് തകർക്കാൻ വേണ്ടി അന്ന് ആശയപരമായി കൂടെ നിന്നിരുന്ന വഹാബി മൂവ്മെൻറ്റിനെയും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. രണ്ട് മൂവ്മെൻറ്റുകൾ. ഒരു ഭാഗത്ത് ബ്രിട്ടൻ്റെ കൂടെ നിന്നുകൊണ്ട് അത്തരം പരിപാടികൾക്കെല്ലാം അധികാരത്തിൻ്റെ സ്വഭാവം കാണിച്ച ഷെരീഫ് ഹുസൈനും അതിനോടൊപ്പം നിന്നുകൊണ്ട് അതെല്ലാം ചെയ്തു വച്ചിട്ടുള്ള വഹാബി മൂവ്മെൻറ്റുമാണ് അന്ന് പലസ്തീൻ ഉണ്ടാകുന്നതിലേക്ക് തെളിയിക്കുന്ന, അങ്ങനെ നയിക്കുന്ന വിധത്തിലുള്ള ബാൽഫർ ഉടമ്പടിയിലേക്ക്, 1918 ബാൽഫർ ഉടമ്പടിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. പറയാൻ കാരണം ഇതൊക്കെ നമ്മുടെ ബുദ്ധിയെ ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ്. ശത്രു നേരിട്ടാണെങ്കിൽ പലപ്പോഴും ശത്രുവിനെ തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാവും. ശത്രു നേരിട്ടാണെങ്കിൽ ഒരു പക്ഷേ ശത്രു ചെയ്യുന്ന ഒറ്റ പരിപാടി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ശത്രു ഒരു പക്ഷേ കൊന്നേക്കാം. അങ്ങനെ കൊല ചെയ്യപ്പെട്ടാൽ മഹാനായ സയ്യിദുന ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പിന്നിൽ നിന്ന് ശത്രു കുത്തിയിട്ട കഠാര പിന്നിലൂടെ അത് നെഞ്ചു തറച്ച് പുറത്തു വന്നപ്പോൾ മഹാനായ സ്വഹാബി വര്യൻ പറഞ്ഞൊരു വർത്തമാനം ഇതാണ്: ഫുസ്തു വറബ്ബിൽ കഅബ എന്നാണ്. കഅബയുടെ തമ്പുരാൻ തന്നെ സത്യം, ഞാൻ ജയിച്ചു. ഫുസ്തു വറബ്ബിൽ കഅബ. ഇന്ന് പലസ്തീനിലെ ഓരോ കുഞ്ഞും പറയുന്ന വർത്തമാനം അതാണ്. രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്നാണ്. ഷഹാദത്ത് ആഗ്രഹിക്കുന്ന വിധം അതിനോട് പ്രണയിച്ചിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസം ആരും മോഷ്ടിച്ചു കൊണ്ടുപോകാത്ത വിധം ജയിച്ചു പോകാൻ വേണ്ടി ജീവിക്കുകയാണ്. ആ ജയിച്ചു പോകലിനെതിരായി നിന്നിട്ടുള്ള ശക്തിവിശേഷങ്ങളെ തിരിച്ചറിയാൻ കഴിയണം. പക്ഷേ മറ്റൊരു പരാജയം നമുക്കുണ്ട്. ആ പരാജയം നമ്മുടെ തലച്ചോറ് മറ്റാർക്കോ പണയപ്പെടുത്തുകയും അവസാനം ഇസ്ലാം എന്ന് പറയാൻ പോലും നാണം കെട്ടു പോവുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരു സമൂഹത്തെ മാറ്റപ്പെട്ടാൽ ഭൗതികമായി പരാജയപ്പെടുമെന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് നാം ആത്മീയമായി പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടാവും. ഈ ആത്മീയ പരാജയമാണ് ഭൗതിക പരാജയത്തെക്കാൾ ഏറ്റവും വലുത് എന്ന ബോധ്യം ഈ സമുദായം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. ആത്മീയ പരാജയമാണ് ഏറ്റവും പ്രധാനം. ഏതാ ഈ ആത്മീയ പരാജയം? ആത്മീയ പരാജയം ഉണ്ടാക്കിയെടുക്കാനുള്ള ശക്തമായ പരിപാടികൾ നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ട്. എന്താണ് മതമെന്ന് ചോദിക്കുമ്പോൾ അതൊരു വഷളം ഏർപ്പാടാണെന്ന് പറയിപ്പിക്കുന്നിടത്ത് മൈ ബോഡി ഈസ് മൈ ചോയ്സ്, എൻ്റെ ശരീരം എനിക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ എൻ്റെ മതനേതൃത്വത്തിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെയോ എൻ്റെ മതപരിസരത്തിൻ്റെയോ ഒരു ആവശ്യവും ഒരു നിർദ്ദേശവും ആവശ്യമില്ല എന്ന് പറയുന്ന വിധം എൻ്റെ ശരീരം ഏതു തരത്തിലുള്ള സ്വതന്ത്ര ലൈംഗികമായ ഏർപ്പാടുകൾക്കും ഞാൻ നിന്നുതരാൻ പറ്റുന്ന ഒന്നാണെന്ന് മുദ്രാവാക്യം ഏറ്റെടുക്കുന്ന അവസാനം ഇസ്ലാമിക പരിസരത്ത് നിന്ന് പോകുന്നതിൻ്റെ വളരെ കൃത്യമായ ചിത്രം അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ആ ചിത്രം ഒരാൾ പറയണമെന്നില്ല, നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അറിയാതെ ഒരാൾ പറഞ്ഞു പോയത്, തട്ടൻ ഇടാത്ത പുതിയ വിദ്യാഭ്യാസം ചെയ്തവർ അങ്ങനെ മലപ്പുറത്തുണ്ടായി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങളാണ് എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കണം. ഒരാശയപരമായ യുദ്ധത്തിലൂടെ ഒരു സമൂഹത്തെ പൂർണ്ണമായി മതനിരാസവാദികളാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തുമ്പോൾ ആ ഗൂഢാലോചന തിരിച്ചറിയണം. ആ ഗൂഢാലോചനയാണ് നേരത്തെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിലുള്ളത്. ഞങ്ങളുണ്ടായതുകൊണ്ടാണ്, ഞങ്ങൾ ചെയ്തു വച്ചിട്ടുള്ള കൃത്യമായ ആശയപരമായ യുദ്ധത്തിലൂടെയാണ് മലപ്പുറത്തെ പെൺകുട്ടികൾക്ക് തട്ടൻ വരുമ്പോൾ അത് വേണ്ടെന്ന് പറയാനുള്ള തൻ്റെയിടമുണ്ടായത് എന്ന് പറയുന്നിടത്താണ് ആ ആശയത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത്തരം ആശയക്കാർ എന്തൊക്കെ പറഞ്ഞു പോയതാണ്.
AKG പോകാത്ത സ്വർഗം വേണ്ടാന്ന് പറഞ്ഞ ആളുകൾ ഈ നാട്ടിലുണ്ട്. അവരൊക്കെ അറിയേണ്ട പോലെ അറിയാതെ പോകുന്നു എന്ന് പറയുന്ന അബദ്ധം നമ്മൾ ചെയ്തു പോകരുത്. അറിയേണ്ട പോലെ അറിയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സമുദായത്തിന്റെ ആശയപരമായിട്ടുള്ള അടിത്തറ, പ്രത്യേകിച്ചും അഹ്ലുസുന്നത്തി വൽ ജമാഅയിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയെടുത്താൽ രക്ഷപ്പെടും. ഇതാഹുറും രക്ഷപ്പെടൂല, ഇവിടെയും രക്ഷപ്പെടൂല. ഇവിടെ രക്ഷപ്പെട്ടോ? ഇവിടെ രക്ഷപ്പെട്ടുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത്ര വലിയ സ്നേഹം കാണിച്ചു വരുന്ന ആളുകൾ, അവർ 40 കൊല്ലം ഭരിച്ച ഒരു പ്രദേശമുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. മുസ്ലിങ്ങളുടെ അവസ്ഥ ഏറ്റവും മോശം എവിടെയാ? പർട്ടിക്കുലർലി വെസ്റ്റ് ബംഗാളിൽ നിന്ന് 40 കൊല്ലം ഭരിച്ചിട്ട് എന്തേ ആ സമൂഹത്തെ നേരെയാക്കാൻ കഴിയാതെ പോയത്? അതേത് സ്നേഹമാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇവിടെയുള്ള സാമുദായികമായിട്ടുള്ള മുഴുവൻ ബാലൻസിങ്ങും തകർത്ത് കിട്ടാവുന്ന നേട്ടത്തിന് വേണ്ടി ആരെങ്കിലും ചിരിച്ചു വരുന്നുവെങ്കിൽ ആ ചിരി കൊലച്ചിരിയാണ്. അത് ലോറൻസ് എന്താണോ അറേബ്യയിൽ നടത്തിയത് അതുപോലത്തെ ചിരിയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ആ ചിരി തിരിച്ചറിയാൻ കഴിയുക എന്നതാണ് മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്. ആശയ സംഹിതകൾ കടന്നു വരുന്ന ഈ അപകടകരമായൊരു മുഹൂർത്തം നമ്മുടെ മഹല്ലു ജമാഅത്തുകളിൽ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകണം. അതുകൊണ്ട് ആ ജാഗ്രതയോടുകൂടെ ഇന്നിപ്പോ ഈ സദസ്സ് തെളിയിച്ചതുപോലെ അത്ഭുതകരമായ ജാഗ്രതയിൽ ഈ സമുദായത്തിന്റെ കെട്ടുറുപ്പും ഐക്യവും നന്മയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് നമ്മുടെ സാമുദായികമായ എല്ലാ തരത്തിലുള്ള മഹാന്മാരായ പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വത്തെയും എല്ലാം ഒരുപോലെ നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘശക്തിയായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ